ഹായ് ഗൈസ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വെബ് സീരീസോ ഒന്നുമല്ല, ഒരു ആനിമേഷൻ മൂവിയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ആനിമേഷൻ മൂവി തന്നെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. എനിക്ക് പേഴ്സണലായി ഈ സ്റ്റോറീൻ്റെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഐലൻഡിൽ വൈറ്റ് കിങ് പറഞ്ഞൊരു ജനങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ വൈറ്റ് കിങ് പറഞ്ഞാൽ തന്നെ ഭയങ്കര ദേഷ്യവും ഭയങ്കര പവറും ഉണ്ടാവും. അവരും ഡ്രാഗനും എപ്പോഴും തമ്മിൽ ഫൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോ ഹിക്കപ്പ് അവൻ ഫിസിക്കലി വീക്കാണ്. അപ്പോൾ ഇവനും ഒരു വൈറ്റ് കിങ് ആയതുകൊണ്ട് അവനും എങ്ങനെയെങ്കിലും ഡ്രാഗനെ കൊല്ലണം എന്നാണ്. പക്ഷെ അവിടെയുള്ളവരൊക്കെ അവനെ മാറ്റി വെക്കണം ഫിസിക്കലി വീക്ക് ആയതുകൊണ്ട്. അപ്പോൾ അവനൊരു ഡ്രാഗനെ കൊല്ലാൻ പോയിട്ട് എന്തൊക്കെ സംഭവിച്ച് ഇതൊക്കെ പറയുന്ന ഒരു കഥയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ശരിക്കും ഈ സിനിമ ഒരു ഫാൻറ്റസി വേൾഡിൽ തന്നെ പോണ മാതിരി ഒരു മൂവിയാണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ഈ സിനിമ സ്റ്റാർട്ടിങ് തന്നെ ഒരു ബ്യൂട്ടിഫുള്ളായ വില്ലേജ് കാണിക്കുകയാണ്, ബെർക്ക് പറഞ്ഞിട്ട്. ഈ വില്ലേജ് ഫുള്ളായി തന്നെ ഭയങ്കര വൃത്തിയായിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലത്ത് ഓരോരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും പ്രശ്നം. ഇപ്പം ചില സ്ഥലത്ത് കൊതുവായിരിക്കും പ്രശ്നം. അപ്പോൾ അതേമാതിരി ഇവരിൻ്റെ മെയിൻ പ്രശ്നം ഡ്രാഗനാണ്. ഡ്രാഗനെ വിശന്ന ഇവരിൻ്റെ അവിടെ വന്നിട്ട് ഹണ്ട് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഈ ബ്യൂട്ടിഫുള്ളായ വില്ലേജിൽ അങ്ങനെ കോലാഹലമായി കിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൻസ് എല്ലാം വന്ന് ഇവരിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈറ്റ് കിങ്സ് പറഞ്ഞാൽ തന്നെ അവരിൻ്റെ ചോരയിൽ തന്നെ ദേഷ്യം പറഞ്ഞ സാധനം ഉണ്ടാവും. അപ്പോൾ അവർ ഡ്രാഗൻസിന് അഗൻസ്റ്റായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ പേരാണ് ഹിക്കപ്പ്. അവനാണ് ഈ സിനിമത്തെ ഹീറോ. ഹിക്കപ്പിന് വന്ന് അവനും ഒരു വൈറ്റ് കിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അവനായി ഒരു പേരും ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഹിക്കപ്പിന് നടക്കുന്നത് എല്ലാം തന്നെ ഫെയിലിയേഴ്സ് ആണ്. എല്ലാം തന്നെ അവൻ വിചാരിക്കുന്നത് ഒന്നും തന്നെ നടക്കണില്ല. ഹിക്കപ്പിനെ കണ്ട് വില്ലേജേഴ്സ് ഒക്കെ തന്നെ പേടിക്കുകയാണ്. നീ എന്തിനാ വെളിയിൽ വന്നത്? നീ വെളിയിൽ വന്ന ഒന്നും തന്നെ നടക്കില്ല, ഉള്ളിൽ പോയിരിക്കറാ പറയണു. അളവിൽ നമ്മുടെ ഹീറോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ വില്ലേജേഴ്സ് ഒക്കെ പറയണു ശരി, പക്ഷെ ഇവരുടെ അച്ഛൻ തന്നെ ഇവനെ ആരുടെ വെളിയിൽ വിട്ടത് ചോദിക്കണു. അപ്പൊ ഇതാണ് ഹിക്കപ്പിന്റെ അച്ഛൻ, സ്റ്റോയിക്. ഇയാളാണ് ഈ വില്ലേജിന്റെ കിങ്. ഇയാൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ശക്തിശാലി കൂടിയാണ് സ്റ്റോയിക്. അപ്പൊ സ്റ്റോയിക്ക് ചോദിക്കണു, ഇവിടെ ഏതൊക്കെ ഡ്രാഗനാ വന്നിരിക്കണു ചോദിക്കണു. അപ്പോൾ കുറേ ലിസ്റ്റ് ഓഫ് ഡ്രാഗൻസിന്റെ പേരും അതിൻ്റെതായ പവറും പറയണു. അപ്പോൾ അവിടത്തെയുള്ള വില്ലേജേഴ്സ് എല്ലാം തന്നെ ഡ്രാഗൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിക്കപ്പ് ഓടി വന്നിട്ട് ഈ വെപ്പൺ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഓടി വരികയാണ്. അപ്പോൾ അവിടെ ബോബർ പറഞ്ഞ ഒരാളിനെ കാണിക്കുന്നുണ്ട്. അയാൾക്ക് ഒരു കയ്യും ഇല്ല, ഒരു കാലും ഇല്ല, ഇരുമ്പ് കാലം ഉള്ളത്. അപ്പം അയാൾ പെട്ടെന്ന് വന്ന് പണി ചെയ്യുക പറയണു. ഹിക്കപ്പിന് ഇങ്ങനെ ഓരോരു ചെറിയ പണിയെ കൊടുക്കാറുള്ളൂ. കാരണം അവനെ വലിയ പണികൾ കൊടുത്താൽ അത് പ്രശ്നത്തിലേ വന്ന് നിൽക്കുള്ളൂ. പക്ഷെ ഹിക്കപ്പിന് ഇത് പുറമെ അവനെ ഒരു വൈറ്റ് കിങ് ആണെന്ന് തെളിയിക്കണം, അവനതായ ഒരു പേരുണ്ടാക്കണം. അപ്പോൾ ഇതിനെ കുറിച്ചാണ് ഗോബറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോബർ ഇങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ മാറ്റിക്കോളാം, എനിക്കൊന്നും പറ്റിയില്ല, ഒരു പ്രശ്നമില്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കേണ്ട, നീ പോയി നിൻ്റെതായ പ്രശ്നം അവിടെ പോയി ഉണ്ടാക്കണ്ട പറയണു. അപ്പോൾ ഹിക്കപ്പ് ജനല് വഴി വെളിയിൽ നോക്കിക്കൊണ്ടിരിക്കണം ഈ ഫൈറ്റ്. ഇപ്പോൾ ഇവൻ്റെ ഏജിലുള്ളവരൊക്കെ തന്നെ നന്നായി ഫൈറ്റ് ചെയ്ത് ഡ്രാഗനെയൊക്കെ തന്നെ കൊല്ലുന്നുണ്ട്. ഒരു വലിയ ടീം ഇൻട്രോ ആവണം. അപ്പോൾ അതിൽ ഹിക്കപ്പിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് ആസ്ട്രിൻ. അവളാണ് ഈ മൂവിത്തെ ഹീറോയിൻ. അപ്പോൾ അവൾക്കൊരു ഇൻട്രോ കാണിക്കുമല്ലോ, വേറെ ലെവൽ ഇൻട്രോ ആണ്. ഒരു ഫയറിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വരുന്നത്. അപ്പോൾ ഹിക്കപ്പ് കുറച്ച് സീന് കാണിക്കാൻ പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകുമ്പോൾ ഗോബർ അങ്ങനെ വലിച്ച് സൈഡിൽ ഇടുന്നു. അപ്പോൾ ഗോബർ, എനിക്ക് ഈ വില്ലേജ് നന്നായിരിക്കണം പറഞ്ഞാൽ നീ വെളിയിൽ പോവാതെ. അപ്പോൾ ഹിക്കപ്പ്, ഞാനും ഒരു വൈറ്റ് കിങ് അല്ലേ, ഞാനും ഒരു ഡ്രാഗനെ കൊന്ന എന്താണെന്ന് പറയും. അപ്പോൾ ഗോബർ പറയണു, നീ എങ്ങനെയാ ഒരു ഡ്രാഗനെ കൊല്ലും? എനിക്ക് തന്നെ ഒരു ചുറ്റിയിൽ പോലും തൂക്കാൻ പറ്റില്ല, ചുറ്റിയിൽ കോടാലി ഒന്നും തന്നെ തൂക്കാൻ പറ്റില്ല, നീ എങ്ങനെ ഒരു ഡ്രാഗനെ കൊല്ലും? അപ്പം ഞാൻ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് വെച്ച് ഞാൻ കൊല്ലും. അപ്പോൾ ഇതാണ് നിന്റെ പ്രശ്നം. വൈറ്റ് കിങ് പറഞ്ഞാൽ ശരീരത്തിൽ ശക്തി വേണം, ഇല്ലാതെ ബുദ്ധിയിലല്ല ശക്തി വേണ്ടത്. ഇപ്പം ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഉറപ്പായി ഒരു ഡ്രാഗനെ കൊന്നിട്ടുണ്ടാവും എന്ന് ഹിക്കപ്പ് പറയുന്നു. അപ്പോൾ അവിടെ കുറേ ഡ്രാഗനെ ഇൻട്രോ കാണിക്കണം. അപ്പോൾ അവിടുത്തെ ഒരു ഡ്രാഗനാണ് സിപ്പിൾ ബാഗ്. അപ്പോൾ ഈ ഡ്രാഗന് 2 തലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തലയിൽ നിന്ന് സ്പാർക്ക് വരും, ഒരു തലയിലിരുന്ന് തീ എരിക്കാനുള്ള ഒരു ഗ്യാസ് വരും, വേറെ ഒരു തലയിലിരുന്ന് തീ വരും. അപ്പം ഇങ്ങനെ ഓരോരോ ഡ്രാഗൻ്റെ ഇൻട്രൊഡക്ഷൻ കാണിക്കണം. ഇങ്ങനെ ഓരോരോ ഡ്രാഗന് ഓരോരോ പവർ ഉണ്ടായിരുന്നാലും എല്ലാ വൈറ്റ് കിങ്ങിനും ഒരു ഡ്രാഗനെ കൊല്ലണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ഡ്രാഗനാണ് മോൺസ്ട്രസ് വൈറ്റ് കിങ്. ആ ഡ്രാഗൻ മൊത്തം തന്നെ തീയായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഡ്രാഗൻ്റെ കൂടെയാണ് നമ്മുടെ സ്റ്റോയിക്, ഹിക്കപ്പിൻ്റെ അച്ഛൻ, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡ്രാഗനുകളെ പേടിക്കുന്ന ഒരു ഡ്രാഗൻ ഉണ്ട്, അതാണ് നൈറ്റ് ഫ്യൂരി വന്നാൽ തന്നെ ഒരു ഷോട്ടിൽ തന്നെ വലിയ സംഭവങ്ങളൊക്കെ അടിക്കും. അത്ര സ്പീഡും അത്ര പവറുമാണ്. അപ്പോൾ ആ ഡ്രാഗൻ വന്നു എന്ന് അറിയണത് തന്നെ അതിൻ്റെ സ്പീഡ് വെച്ചിട്ടാണ്. അവിടുത്തെ ഒരു വലിയ ടവർ തന്നെ അത് ഒറ്റ ഷോട്ടിൽ നശിപ്പിക്കും. ആ ഡ്രാഗൻ ഫുഡൊന്നും കട്ടെടുക്കില്ല, പക്ഷെ അടിച്ച മരണ അടിയായിരിക്കും. അമ്മാതിരി പവറാണ് അതിന്. അപ്പോൾ ഈ ഹിക്കപ്പ് ഈ ഡ്രാഗൻ വന്നു എന്ന് അറിഞ്ഞതും
ഭയങ്കരമായ ഒരു ദേഷ്യം അവൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഒരു മെഷീൻ കണ്ടുപിടിച്ചു പറഞ്ഞതിനെ എടുത്തിട്ട് അങ്ങനെ വെളിയിൽ പോവാണ്. അപ്പോൾ അവിടുത്തെ വില്ലേജേഴ്സൊക്കെ എവിടേക്കാ പോണ്, ഹിക്കപ്പ് നീ വെളിയിൽ വരണ്ട, ഉള്ളിൽ പറയും. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് അവൻ ഒരു ഡ്രാഗനെ പിടിക്കാൻ വേണ്ടി ഹിക്കപ്പ് മെഷീനെയും കൊണ്ടിട്ട് ഒരു ഹൈറ്റായ ഒരു മലേൻ്റെ അവിടെ പോകും. മെഷീൻ ഓണാക്കി എയിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നൈറ്റ് ഫ്യൂരി വരുമ്പോൾ മെഷീൻ ഓണാക്കും. അപ്പോൾ ഒരു കയറുമേരി ഒരു സാധനം പോയി കറക്റ്റ് നൈറ്റ് ഫ്യൂരിൻ്റെ മേലെ തട്ടുന്നു. അപ്പോൾ ഹിക്കപ്പ് ഞാൻ നൈറ്റ് ഫ്യൂരിനെ പിടിച്ചു പറഞ്ഞ് സന്തോഷത്തിൽ അപ്പം തന്നെ ബാക്കിൽ വലിയൊരു ഡ്രാഗൻ. അപ്പോൾ അതുവന് ഹിക്കപ്പ് അവിടെ നിന്ന് നിലവിളിച്ചിട്ട് ഓടുകയാണ്, എന്നെ രക്ഷിക്കുമെന്ന്. അപ്പോൾ അവിടെ ഇരുന്ന് അവൻ്റെ അച്ഛൻ പാവം അവിടുത്തെ ഡ്രാഗനുകളിലേക്ക് ഒരു വലയിലിട്ട് വെക്കുകയാണ്. അപ്പോൾ വേറെ വഴിയില്ലല്ലോ, എന്തായാലും എൻ്റെ മകൻ ഞാൻ തന്നെ രക്ഷിക്കണം പറഞ്ഞിട്ട് സ്റ്റോവിക്ക് അവിടെ പോവാണ്. പോയിട്ട് ഡ്രാഗനൊക്കെ തന്നെ അടിച്ചതിനെ വെളിയിലാക്കുകയാണ്. അപ്പോൾ ഹിക്കപ്പ് കാണിച്ച ഇതിൽ ഡ്രാഗൻ ഫയർ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ടവർ മാതിരി ഒരു സംഭവം ഉണ്ടാവും. അതങ്ങനെ ഫയർ ചെയ്ത് താഴെ വീഴുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള തീ വന്നിട്ട് താഴെ തട്ടിയിട്ട് പിടിച്ചു വെച്ച ഡ്രാഗനൊക്കെ തന്നെ മിസ്സായിട്ട് വില്ലേജേഴ്സിൻ്റെ 2-3 വീടൊക്കെ തന്നെ ഫയറായി പോവാണ്. അപ്പോൾ ഈ വില്ലേജേഴ്സ് എല്ലാം തന്നെ റൗണ്ടായി നിന്നിട്ട് ഹിക്കപ്പിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിക്കപ്പ് പറയാണ്, ഈ ഡ്രാഗനൊക്കെ പറന്നു പോയ പോട്ടെ, കുഴപ്പമില്ല, ഞാൻ നൈറ്റ് ഫ്യൂരിനെ തന്നെ ഞാൻ നൈറ്റ് ഫ്യൂരിനെ തന്നെ പിടിച്ചു പറയണു. പക്ഷെ വില്ലേജേഴ്സ് പറയണ നൈറ്റ് ഫ്യൂരിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല, നീ പിടിച്ച എന്താ പറയണു. അപ്പൊ ഹിക്കപ്പിന്റെ അച്ഛൻ പറയാണ്, ഈ നാടന്നെ എന്റെ തടിയിലായിരിക്കണ്, നീ ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കാണ്ട്. അങ്ങനെ പറയുമ്പോൾ ഹിക്കപ്പ് നിറയെ കാര്യം തന്നെ പറയാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവന്റെ അച്ഛൻ റൂമിൽ കൊണ്ട് അടയ്ക്കാൻ ഗോബറിന്റെ അടുത്ത് പറയണു. അപ്പൊ ഗോബർ കൂട്ടിയിട്ട് പോകുമ്പോ ഇവന്റെ വയസ്സിലുള്ള കുട്ടികളൊക്കെ ഇവനെ നന്നായി കളിയാക്കണു. അപ്പൊ ഗോബറിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതെന്റെ ശരീരം വെച്ചാണ് ഇവരൊക്കെ ജഡ്ജ് ചെയ്യണത്, അപ്പൊ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലയോ, ശരീരം മാത്രമാണ് ഇതില് പ്രധാന കാര്യം എന്ന് ഹിക്കപ്പ് ചോദിക്കുന്നു. അപ്പൊ ഗോബർ, അതല്ല കാര്യം, ശരീരം വെച്ചിട്ടൊന്നുമല്ല, എനിക്കൊരു പറ്റാത്ത കാര്യം എന്തിനാ ചെയ്യാൻ നോക്കണം, എനിക്ക് അതിനുള്ള ടാലന്റ് ഇല്ല, നീ എന്തിനാ അതിനെ കുറിച്ച് അതിനെന്തിനാ വെറുതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കണം. അപ്പൊ എന്തായാലും ഞാൻ ഒരു ദിവസം പിടിക്കും, അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാൻ പറഞ്ഞിട്ട് വിഷമത്തോടെ അവൻ വീട്ടിനുള്ളിൽ പോകണം. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഹിക്കപ്പിന്റെ അച്ഛൻ ഒരു മീറ്റിംഗ് നടത്തണം. ഈ ഡ്രാഗൻ കൂടിക്കൊണ്ടേ വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെയോ ഡ്രാഗന്റെ വീടുണ്ട്, അപ്പൊ അതിനെ കണ്ടുപിടിച്ച് നമ്മൾ നശിപ്പിക്കണം. അപ്പൊ ഇതിനെ തപ്പി തന്നെ കുറെ ആൾക്കാർ പോയിണ്ടല്ലോ നമ്മുടെ വില്ലേജിൽ നിന്ന്, പിന്നെ എന്തിനാ നമ്മളും പോണ്, ഇതാണ് വൈറ്റ് കിങ്ങിന്റെ ജീവിതം, ഇതിനെ തപ്പിക്കൊണ്ട് എങ്ങനെ പോണത്. ശരി, അപ്പൊ ആരൊക്കെ എന്റെ കൂടെ വരുന്നുണ്ട് ചോദിക്കണം. ആരും നിന്നെ കൈബന്ധിക്കണില്ല. അപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിക്കപ്പിനെ നോക്കണം പറയുന്നു. അപ്പൊ എല്ലാവരും നിന്നെ കൈബന്ധിക്കണം. അങ്ങനെ ഒരു മീറ്റിംഗ് അവിടെ തീരുന്നു. അപ്പൊ സ്റ്റോവിക് ഗോബറിന്റെ അടുത്ത് പറയാണ്, നീ ഇവിടെ തന്നെ ഇരുന്നോ, ഇവിടെ ഇരുന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ ഡ്രാഗനെ കൊല്ലാനുള്ള ട്രെയിനിങ് കൊടുക്കുക പറയും. അപ്പൊ നമുക്ക് ഹിക്കപ്പിനെയും കൂട്ടിയാൽ എന്താ പ്രശ്നം ചോദിക്കണം. അപ്പൊ സ്റ്റോവിക്ക് പറയണു, ഞാൻ അവന്റെ വയസ്സിൽ എത്ര ഡ്രാഗനെ കൊന്നുണ്ട്, പക്ഷെ അവനെ ഒന്നും തന്നെ കയ്യിലാവണില്ല, അവനൊന്നും തന്നെ കഴിയണില്ല പറയണം. പക്ഷെ അവൻ എന്താണ് വെച്ചാൽ ഡ്രാഗനെ കൊല്ലാൻ ഓരോരോ മെഷീൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. അവനെ വെളി വിട്ടാൽ തന്നെ ഓരോരോ പ്രശ്നം ഉണ്ടാവുന്നു. അപ്പൊ ഗോബർ പറയണു, നീ എന്നിലെ അവനെ ഒരു ചാൻസ് കൊടുക്കണം, അവന് വേണ്ടത് ട്രെയിനിങ് ആണ്, അപ്പൊ ട്രെയിനിങ് കൊടുത്താൽ കറക്റ്റ് ആവും. അപ്പൊ നമ്മൾ അവനെ ഒരു റൂമിലിട്ട് ലോക്ക് ചെയ്തല്ലോ, അപ്പൊ അവൻ റൂമിലുണ്ടായിരിക്കുന്ന നിന്റെ വിചാരം നോക്കിയാൽ അവൻ ശരിക്കും റൂമിലില്ല. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഹിക്കപ്പിനെ കാണിക്കുകയാണ്. അവനടിച്ച നൈറ്റ് ഫ്യൂരിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് വരെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല. അപ്പൊ അവൻ ഇവിടെ ദൈവം തന്നെ ഇല്ലയോ പറഞ്ഞിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തിയിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു വലിയൊരു മരം മുറിഞ്ഞു കിടക്കുന്നു. അപ്പൊ പോയി നോക്കുമ്പോൾ എത്ര വലിയൊരു മരം മുറിഞ്ഞു കിടക്കണമെന്ന് എത്തിപ്പോയി അങ്ങോട്ട് നോക്കിയാൽ ശരിക്കും ഒരു ഡ്രാഗൻ അവൻ അടിച്ചിട്ടിരിക്കുന്നു. അപ്പൊ അടുത്ത് പോയി നോക്കുമ്പോൾ നൈറ്റ് ഫ്യൂരി, നോക്കടാ ഞാൻ നൈറ്റ് ഫ്യൂരിനെ അടിച്ചു പറഞ്ഞിട്ട് ഡ്രാഗന്റെ മുകളിൽ കാല് വെക്കുന്നു. അപ്പൊ അതങ്ങനെ നൈസായി അനങ്ങണു. അപ്പൊ അത് കണ്ടിട്ട് അവൻ പേടിക്കാണ്. അപ്പൊ അതിനെയും മരിച്ചിട്ടില്ല. അപ്പൊ ഈ ഡ്രാഗനെ കൊന്ന് നമുക്ക് ഈ ഹാർട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കത്തിയെടുത്തിട്ട് അതിന്റെ അങ്ങനെ അടുത്ത് പോയിട്ട് കൊന്നുകള പറയണു ഹിക്കപ്പ്. അപ്പൊ ഈ ഡ്രാഗനെ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായി നല്ല ചന്തത്തിലുണ്ട്. അപ്പൊ ഈ ഡ്രാഗനും ശരി നമ്മൾ മരിക്കാൻ പോവാണ് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണു മൂടി. അപ്പൊ അങ്ങനെ അടുത്ത് പോയിട്ട് ഹിക്കപ്പ് അങ്ങനെ അതിന്റെ കയറൊക്കെ തന്നെ കട്ട് ചെയ്ത് വിടുകയാണ്. നമ്മൾ തന്നെ ഈ ഡ്രാഗനെ അടിച്ചിട്ടത്. അപ്പൊ നമ്മൾ തന്നെ ഇതിനെ രക്ഷപ്പെടുത്താൻ വിചാരിച്ച് ഈ കയറൊക്കെ തന്നെ പൊട്ടിക്കണു. ലാസ്റ്റ് കയറിങ്ങനെ അഴിച്ചു വിടുമ്പോൾ പെട്ടെന്ന് ഈ ഡ്രാഗൻ വന്ന് അവന്റെ കഴുത്തി വന്ന് പിടിച്ചിട്ട് അങ്ങനെ ഫുള്ളായി കഴുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഹിക്കപ്പ് നന്നായി തന്നെ പേടിച്ചിട്ടുണ്ട്. അടുത്ത് വന്നിട്ട് നല്ല സൗണ്ടിൽ ഒരു കത്ത് കത്തും ഡ്രാഗൻ നൈറ്റ് ഫ്യൂരി. എന്നിട്ട് അങ്ങനെ അത് പറന്നു പോകുമ്പോൾ അതിന് ശരിക്കും പറക്കാൻ പറ്റുന്നുണ്ടോ. ഈ ഡ്രാഗൻ അവിടെ ഇവിടെ ഇടിച്ചിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ പറക്കണത്. ഹിക്കപ്പ് അങ്ങനെ അത് കണ്ട് താഴെ അങ്ങനെ മയങ്ങി വീണു. അപ്പൊ രാത്രിയാകണം. അപ്പൊ ഹിക്കപ്പ് അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഇവന്റെ അച്ഛൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കണം. സോറി ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തതിന്, അപ്പൊ ഞാൻ നിനക്ക് ഒരു ചാൻസും കൂടി തരാം. അപ്പൊ നീ ഈ ഡ്രാഗനെ കൊല്ലാനുള്ള ട്രെയിനിങ് അതിൽ പങ്കെടുക്കണം പറയും. ഞങ്ങൾ ഒരു ഡ്രാഗന്റെ നെസ്റ്റ് തേടി പോവാണ്. അപ്പൊ ഞാൻ തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ നീ ഇതൊക്കെ റെഡി ആയിരിക്കണം പറയുന്നു. ഹിക്കപ്പ്, അയ്യോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഡ്രാഗനെ കൊല്ലാൻ തന്നെ പറ്റില്ല
പറ്റില്ല. ഹിക്കപ്പിനെ നന്നായി അറിയാം എനിക്കൊരു ഡ്രാഗനെ ഒന്നും കൊല്ലാൻ പറ്റില്ല എന്ന്. അപ്പൊ അവരുടെ അച്ഛൻ പറയണു, ഇപ്പൊ ഇത്രയും ദിവസം നീ ചെയ്യാന്നൊക്കെയാണല്ലോ പറഞ്ഞു, ഇപ്പൊ നിനക്ക് എന്ത് പറ്റി, നിന്നെ കൊണ്ടൊക്കെ അത് പറ്റും, നീ അച്ഛനെ മരിയാണെന്ന് പറയണു. ഇവന് വേണം പറഞ്ഞപ്പോ ഈ ഡ്രാഗനെ കൊല്ലാൻ ഒരു ചാൻസ് കിട്ടിയില്ല. പക്ഷെ ഇവൻ വേണ്ട പറഞ്ഞിരിക്കുമ്പോഴും ഒരു ചാൻസ് കിട്ടുന്നത്. അടുത്ത ദിവസം അങ്ങനെ ഓഡിറ്റോറിയം കാണിക്കുന്നു. അവിടെയാണ് ഈ ഡ്രാഗനെ കൊല്ലാനുള്ള ട്രെയിനിങ് നടക്കാൻ പോണത്. ഗോബറാണ് ഇതിന്റെ ട്രെയിനിങ് നടത്തുന്ന ആള്, ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഗോബർ പറയാണ്, ആരാണോ ഫസ്റ്റ് ഡ്രാഗനെ കൊല്ലണത് അവർക്ക് ഈ വില്ലേജിന്റെ വയസ്സായ ആളുടെ ഉമ്മർത്ത് ഒരു ഡ്രാഗനെ കൊല്ലാനുള്ള ഒരു ചാൻസ് കിട്ടും. ഈ വില്ലേജ് തന്നെ അത് നോക്കും. അപ്പൊ അവിടത്തെ വന്ന ഹിക്കപ്പിനെ ഒഴിച്ച് ബാക്കി 4 പിള്ളേര് ഹിക്കപ്പിനെ കളിയാക്കാണ്. അവൻ തന്നെ നൈറ്റ് ഫ്യൂരിനെ കൊന്നവനാണല്ലോ, അപ്പൊ അവൻ ഡിസ്ക്വാളിഫൈ അല്ലേ എന്ന് പറയുന്നു. അപ്പൊ അവൻ ഡിസ്ക്വാളിഫൈ ആണല്ലോ പറയുന്നു. അതൊന്നും നീ കാര്യമാക്കണ്ട, ട്രെയിനിങ് തുടങ്ങാൻ പോവാണ് പറയുന്നു ഗോബർ. അപ്പൊ ഗോബർ അങ്ങനെ നമുക്ക് തുടങ്ങാൻ പറയുന്നു. അപ്പൊ എല്ലാവരും റെഡിയല്ലേ എന്ന് ചോദിക്കുന്നു. എല്ലാവരും റെഡിയാണെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഡ്രാഗനെ തുറന്നു വിടാൻ പോവാണ്. അപ്പൊ ഒരു ട്രെയിനിങ് ഒന്നും നമുക്ക് തരുന്നില്ലേ, ഇങ്ങനെ തുറന്നു വിടാൻ പോവാണ്, പഠിച്ചോളിനടാ ഗോബർ പറയണു. അപ്പൊ ഡ്രാഗനെ തുറന്നു വിട്ടു. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് ചോദിക്കണു ഗോബർ. അപ്പൊ ആസ്ട്രിഡ് പറയാണ്, ആദ്യം നമ്മൾ ഷീൽഡ് എടുക്കണം. അപ്പൊ കറക്റ്റ് ഷീൽഡ് എടുക്കണം പറയും. നമ്മുടെ ഹിക്കപ്പിനെ ഷീൽഡ് കൂടി തൂക്കാൻ പറ്റുന്നില്ല. ആസ്ട്രിഡ് അവിടെ വേറെ ലെവലിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓരോരു ചെറിയ ചെറിയ ട്രിക്കൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഇപ്പൊ ഡ്രാഗൻ ഉമ്മർത്ത് വന്ന വൈബ്രേഷൻ സൗണ്ട് ഉണ്ടാക്കിയ അതിന് നേരെ അതിന് കണ്ണ് കാണാൻ പറ്റില്ല, ചെറുതായി തന്നെ കാണുള്ളൂ, വൈബ്രേറ്റ് ആയിട്ടേ കാണുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ലാണ്ട് ഓരോരു ഡ്രാഗനെ തീ വിടുന്ന ശക്തി വന്ന് ലിമിറ്റഡ് ആണ്. ഇപ്പൊ ഈ ഡ്രാഗൻ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു തടിയനുണ്ടാവും, അവൻ 6 എണ്ണം പറയണു. അവന് ഈ ഡ്രാഗനെ കുറിച്ചൊക്കെ നന്നായി അറിയാം. അവനാണ് ഇങ്ങനത്തെ ഓരോരോ ക്വസ്റ്റ്യനുകൾക്കൊക്കെ ആൻസർ പറയുക. അവന് നന്നായി അറിയാം ഡ്രാഗനെ കുറിച്ച്. ഇപ്പൊ ഡ്രാഗൻ ഓരോരോ ഷോട്ട് വിടുമ്പോൾ ഓരോരോ ആൾക്കാർ ഔട്ട് ആവണു. ലാസ്റ്റ് ഷോട്ടിൽ ഹിക്കപ്പ് വന്ന് പെടുന്നു. കറക്റ്റ് അവന്റെ മുഖത്ത് വന്ന് ഫയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു ഡ്രാഗൻ. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഗോബർ വന്ന് രക്ഷിക്കണു. എന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഡ്രാഗൻ ഫയർ ചെയ്യാൻ നിൽക്കുമ്പോൾ നീ അതിന്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കണു. എല്ലാ ഡ്രാഗനും അതിന്റെ അടുത്തിരിക്കുന്ന ആളുകളെ കൊല്ലാൻ തന്നെ നോക്കുള്ളൂ, അത് വെറുതെ വിടാനൊന്നും നോക്കില്ല എന്ന് ഗോബർ പറയണു. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് കാട്ടിൽ കാണിക്കണു. അപ്പൊ നീ മാത്രം എന്നെ എന്തിനാ വെറുതെ വിട്ടെന്ന് ഹിക്കപ്പ് നൈറ്റ് ഫ്യൂരിന്റെ അടുത്ത് ചോദിക്കണു. അവൻ അതങ്ങനെ ആലോചിച്ചിട്ട് കാടെല്ലാം പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിക്കപ്പ്. പെട്ടെന്ന് ഒരു സാധനം അവന്റെ കൈ കിട്ടും, കല്ലുമേരി. അപ്പൊ പെട്ടെന്ന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നൈറ്റ് ഫ്യൂരി ഇങ്ങനെ പറക്കാൻ പറ്റാണ്ട് പറന്നുകൊണ്ടിരിക്കും. അവിടെ ഇവിടെ ഇടിച്ചിടിച്ച് താഴെ വീണ് നൈറ്റ് ഫ്യൂരി പറക്കണു. അപ്പൊ അപ്പോഴാണ് ഹിക്കപ്പ് നേരെ നോക്കണത്. അപ്പൊ ഒരു ബുക്ക് എടുത്തിട്ട് അതിങ്ങനെ വരയ്ക്കും, നൈറ്റ് ഫ്യൂരി എങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ട് വരയ്ക്കും. അപ്പൊ വരയ്ക്കുമ്പോ ഇതാണില്ലേ പ്രശ്നം, അതിന്റെ വാലിന്റെ ഒരു പകുതി ഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് കാരണം അതിന് പറക്കാൻ പറ്റാത്തതിലേ പറഞ്ഞ് ഹിക്കപ്പ് വിചാരിക്കണം. കുറെ നേരം ഇത് പറക്കാൻ ശ്രമിക്കണം, പക്ഷെ അതിന് പറക്കാനേ പറ്റുന്നില്ല പാവം. അത് നന്നായി വിശപ്പിലിരിക്കണമെന്നും ഇവൻ മനസ്സിലാക്കണം. അപ്പൊ പെട്ടെന്ന് നൈറ്റ് ഫ്യൂരിനെ നോക്കുമ്പോൾ അത് നല്ല നോട്ടൗട്ടുകൊണ്ടിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് ഹിക്കപ്പ് പേടിക്കും. അപ്പൊ ആ ദിവസം രാത്രി അവന്റെ വില്ലേജിൽ കൊന്ന ഡ്രാഗന്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാവും. അപ്പൊ അതില് ഏതൊക്കെ ഡ്രാഗൻ ഏതൊക്കെ പവർ ആണെന്ന് ഡീറ്റെയിൽ ഉണ്ടാവും. അപ്പൊ അയ്ബ് ഹിക്കപ്പ് മറിച്ച് നോക്കണു, നൈറ്റ് ഫ്യൂരിനെ പറ്റി വല്ലതും ഇട്ടുണ്ടാവുന്നു. അപ്പൊ ഓരോരോ ഡ്രാഗനെ പറ്റി അതിലിട്ടുണ്ട്. എന്റെ വിങ്സിൽ അങ്ങനെ ബ്ലേഡ് മാതിരി ഉണ്ടാവും. അങ്ങനെ ഓരോന്ന് ഡ്രാഗനെ പറ്റി ഈ ബുക്കിലിട്ടുണ്ട്. ആ ഡ്രാഗന്റെ സ്പീഡ്, ആ ഡ്രാഗന്റെ വീക്ക്നെസ് എന്താണ്, അതൊക്കെ ഈ ബുക്കിലിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ പേജുകളൊക്കെ മറിച്ച് നോക്കണം, നൈറ്റ് ഫ്യൂരിനെ പറ്റി വല്ലതും ഇട്ടുണ്ടാവുന്നു. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ നൈറ്റ് ഫ്യൂരിന്ന് കണ്ടു. അപ്പൊ അതിന്റെ അവിടെ പേര് മാത്രം തന്നെ ഇട്ടിട്ടുള്ളൂ, പിക്ചറോ അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിലും ഇട്ടിട്ടില്ല. അതിലാകെ പേരിന്റെ താഴെ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ വരച്ച പേജ് എടുത്ത് അതിന്റെ മുകളിൽ അങ്ങനെ ഇടുന്നു. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഹിക്കപ്പിന്റെ അച്ഛനെ കാണിക്കുകയാണ്. അപ്പൊ ഹിക്കപ്പിന്റെ അച്ഛൻ വന്നിട്ട് ഈ ഡ്രാഗന്റെ നെസ്റ്റ് തരുന്നിരിക്കുകയാണല്ലോ. അപ്പൊ അവിടെ ഒരു ഈ മഞ്ഞുമാരി കാണിക്കണു. അപ്പൊ അതിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ വലിയൊരു ഡ്രാഗൻ ഇങ്ങനെ പറന്നു പോകണ മാതിരി കാണിക്കണു. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ പിള്ളേർക്ക് നന്നായി ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹിക്കപ്പ് ഗോബറിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നൈറ്റ് ഫ്യൂരിനെ പറ്റി ഈ ബുക്കിൽ ഒന്നും തന്നെ ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഗോബർ പറയാണ്, അത് കണ്ടിട്ട് ഡീറ്റെയിൽ പറയാൻ ഇവിടെ ആരും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നില്ല, അതാണ്. അപ്പൊ നീ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യടാ, അതും ഇതും ചോദിക്കാതെ പറയും. ഹിക്കപ്പ് കാരണം അവരിന്റെ ഈ ട്രെയിനിങ് തന്നെ നാശമായി പോവാണ്. അപ്പൊ ആസ്ട്രിഡ് വന്നിട്ട് അവിടെ നന്നായി ദേഷ്യപ്പെടുകയാണ് ഹിക്കപ്പിന്റെ അടുത്ത്, നീ എന്ത് ഇവിടെ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, നീ ഫസ്റ്റ് ഇരുന്ന് ഇങ്ങനെ ഓരോരോ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രാഗന്റെ അളവ് കൂടിക്കൊണ്ടേ വരികയാണ്, നമ്മളുടെ കാട്ടിയും ഡ്രാഗന്റെ അളവ് കൂടിക്കൊണ്ടേ വരികയാണ്, നീ കാരണം ഞങ്ങളും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രാഗൻ പറയുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറായ സാധനമാണ്, ഇത് നമ്മുടെ അടുത്ത് സ്നേഹമൊന്നും കാണിക്കില്ല പറയുന്നു. അപ്പൊ ഹിക്കപ്പ്, പക്ഷെ ഇത് എന്റെ അടുത്ത് സ്നേഹമൊക്കെ കാണിച്ചല്ലോ, എല്ലാ ഡ്രാഗനും അങ്ങനെയല്ല
ഇല്ല തോന്നുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഹിക്കപ്പ് ഒരു മീൻ എടുത്തിട്ട് നൈറ്റ് ഫ്യൂരി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. നൈറ്റ് ഫ്യൂരിനെ അവൻ തെരഞ്ഞുകൊണ്ടിരിക്കണം, അത് കാണാനേ ഇല്ല. അപ്പൊ പെട്ടെന്ന് നോക്കി അത് ഇവന്റെ പിന്നാലെ ഉണ്ട്. അത് അടുത്ത് വന്നിട്ട് ഇവനിങ്ങനെ മീന് കയ്യിൽ കാണിക്കണം. അതെങ്ങനെ ഇവനെ ദേഷ്യത്തോടെ നോക്കണം. അപ്പൊ അവന്റെ കയ്യിലൊരു കത്തി ഉണ്ടാവും, അതെടുത്ത് അങ്ങനെ താഴെ ഇടും. അതെടുത്ത് അങ്ങനെ നീക്കിയിടാൻ വേണ്ടി പറയണു നൈറ്റ് ഫ്യൂരി. അപ്പൊ അതെടുത്ത് അങ്ങനെ അവൻ നീക്കിയിടണം. അപ്പൊ അതങ്ങനെ അടുത്ത് വന്നിട്ട് അവന്റെ അടുത്ത് മീന് വാങ്ങാൻ വേണ്ടി വരുന്നു. അപ്പൊ വായിൽ എനിക്ക് പല്ലില്ലല്ലോ, ഹിക്കപ്പ് അപ്പൊ ടൂത്ത്ലെസ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞത് അങ്ങനെ പല്ലങ്ങനെ വരുന്നു. അങ്ങനെ ഇവന്റെ ഇരുന്ന മീനിനെ അങ്ങനെ പിടുങ്ങിട്ട് അങ്ങനെ അത് കഴിക്കണം. അത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായി നന്നായിണ്ട് കാണുമ്പോ. അപ്പൊ ഒരു മീൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയും എനിക്ക് മീൻ ഉണ്ടാന്ന് ഹിക്കപ്പിന്റെ കയ്യിൽ തിരയണു. അത് ഒരു മീനിന്റെ പകുതി അങ്ങനെ ഛർദ്ദിക്കണു. നീയും കഴിച്ചോ പറഞ്ഞിട്ട് ഹിക്കപ്പിന് കൊടുക്കുകയാണ്. ഇല്ലേ ഫിഷ് കഴിച്ചോന്ന് പറഞ്ഞാൽ കൊടുക്കണത് ഈ ഡ്രാഗൻ പകുതി. അപ്പൊ ഹിക്കപ്പ് ഇതൊന്നും എനിക്ക് വേണ്ട പറയണു. ഹിക്കപ്പ് അത് കഴിക്കാണ്ടിരിക്കുമ്പോ ഡ്രാഗൻ അങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കണു. ഡ്രാഗനൊക്കെ ഫുഡ് ഷെയർ ചെയ്യണു. ഹിക്കപ്പ് വേണം വേണ്ട പറഞ്ഞിട്ട് അതിന്റെ അടുത്ത് അങ്ങനെ വെറുതെ ഇങ്ങനെ മീനിങ്ങനെ കടിച്ച് മെഴുങ്ങണ മാതിരി കാണിക്കണു. അപ്പൊ അങ്ങനെ ആ ഡ്രാഗൻ അങ്ങനെ ചിരിക്കണു. അപ്പൊ അവൻ തൊടാൻ വേണ്ടി അടുത്തേക്ക് പോകും. ദേഷ്യത്തിൽ നോക്കിയിട്ട് അങ്ങനെ ദൂരത്ത് പോയി കിടക്കണം. പക്ഷെ ഹിക്കപ്പ് ഈ ഡ്രാഗനെ വിടണ മാതിരി ഇല്ല. അത് ദൂരത്ത് പോകുമ്പോ ഇവന് അടുത്തടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ കുറെ നേരം ആ ഡ്രാഗന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ കുറെ നേരം കഴിയുമ്പോൾ അങ്ങനെ ഡ്രാഗന്റെ കൂടെ ഫ്രണ്ട് ആവുകയാണ്. അപ്പൊ അവനിങ്ങനെ ഒരു വടിയെടുത്ത് മണലിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ ഡ്രാഗനും വലിയൊരു മരത്തിന് ഇങ്ങനെ എടുത്തിട്ട് അവിടെ റൗണ്ടായി വരയ്ക്കുകയാണ്. അപ്പൊ ഈ ഡ്രാഗൻ മെല്ലെ ഈ ഹിക്കപ്പിന്റെ കൂടെ ഫ്രണ്ട് ആവുകയാണ്. അപ്പൊ ഈ ഡ്രാഗൻ വരച്ചതിൽ ഇവൻ ചവിട്ടാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ഇവന് ദേഷ്യത്തോടെ നോക്കണു. ഇല്ലില്ല ഞാൻ ചവിട്ടൊന്നുമില്ല, നീ വരച്ചതിൽ വന്നിട്ട് അങ്ങനെ നീങ്ങണു. അപ്പൊ ഹിക്കപ്പ് അങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഡ്രാഗന്റെ മുഖത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ വെക്കുമ്പോൾ അത് മെല്ലെ വന്ന് തലയെടുത്ത് ഇവന്റെ കൈയിന്റെ അവിടെ വെക്കണം. അപ്പൊ ഇപ്പൊ ഈ ഡ്രാഗനും ഹിക്കപ്പും ഫ്രണ്ട്സ് ആയി. ഹിക്കപ്പും ടൂത്ത്ലെസ്സും ഇനി ഫ്രണ്ട്സ് ആയത് എങ്ങനെ അവരിനി വില്ലേജേഴ്സിനെ അറിയിക്കും? ഇനി എങ്ങനെ ഹിക്കപ്പ് ഇതിനി അവരുടെ അച്ഛനടുത്തും വില്ലേജേഴ്സിന്റെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കും? അതെല്ലാം ഇനി അടുത്ത പാർട്ടിൽ നോക്കാം. അപ്പം അതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.